ഹായ് ഫ്രണ്ട്സ്, സ്നേഹതീർത്ഥം VS ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അത്ഭുത മരുന്നിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അത്ഭുത മരുന്നെന്ന് പറഞ്ഞ അത്ഭുത സസ്യം. അപ്പം ഇതിന്റെ പേരെന്ന് പറയുന്ന മുറുകൂടി, മുറുവെട്ടി, അതുപോലെ വ്രണരോഹിണി എന്നൊക്കെ പേരിൽ ഇത് അറിയപ്പെടുന്ന ഒരു സസ്യമാണിത്. അപ്പൊ അതിന്റെ ഇതുണ്ടോ, നമ്മുടെ ചുമന്ന ചീരയുടെ ഒക്കെ പോലത്തെ കളറാണ് അതിന്റെ അടിഭാഗം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു പുഴുക്കളോ അങ്ങനത്തെ യാതൊരു ശല്യങ്ങളോ ഈ ഒരു ചെടിയിൽ ബാധിക്കില്ല. കാരണം അത്ര ഗുണങ്ങളും ഉള്ള ഒരു ചെടിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മുട്ടോ കയ്യോ ഒക്കെ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇല നല്ല കുറച്ചേറെ ഇല എടുത്ത ശേഷം അത് നമ്മുടെ കയ്യിൽ ഒരു തുള്ളി വെള്ളം നനച്ചിട്ടായാലും കുഴപ്പമില്ല, ഇത് നല്ലവണ്ണം ഞെരടി ആ മുറിവിൽ ഒന്ന് ഇറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല പാടെ ആ മുറിവ് ഉണങ്ങിയിരിക്കുന്നത് കാണാം. അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ അതുങ്ങൾക്ക് മുറിവുണ്ടായാലും ഈ ഒരു സസ്യം നല്ല ഉപകാരപ്രദമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതും അതുപോലെ തന്നെ നല്ലവണ്ണം ഞെരടി അതിന്റെ നല്ല നീര് വരും. ആ നീരാണ് അതിന്റെ മുറിവിൽ ഇറ്റിച്ചു കഴിഞ്ഞാൽ ആ മുറിവ് നല്ലവണ്ണം ഉണങ്ങിക്കിട്ടും. പിന്നെ ഇതിന്റെ പ്രത്യേകത ഒരു പൂവുണ്ട്, പക്ഷെ കാണാൻ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിന്റെ പൂവുണ്ടോ, ഇതാണ് അതിന്റെ പൂവ്. അതിന്റെ ഉള്ളില് ചെറിയ ചെറിയ വൈറ്റ് കളർ തോന്നിക്കുന്ന പോലെ ഇതാണ് അതിന്റെ പൂ വരുന്നത്. അപ്പം എല്ലായിടത്തും അതിന്റെ പൂക്കളൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന്, അതിന്റെ പൂവ് കണ്ടില്ലേ, ഇടയ്ക്ക് നടുഭാഗത്ത് കുറച്ച് വെള്ളയായിട്ട് ഇതുണ്ട്. ഇതാണ് അതിന്റെ മുട്ട് വരുന്നത്. ഇത് പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണിത്. ഈ ചെടി ഇവിടെ നട്ടു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഈ ചെടി നട്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഏകദേശം ഒരു കുറച്ച് സ്ഥലവും കൂടെ ഇത് കീഴടക്കും. അത്രയും പടർന്നാണ് ഈ ഒരു ചെടി നിൽക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ ചെടിച്ചട്ടിക്കകത്തൊക്കെ ആക്കി നമ്മുടെ വീടിന്റെ ഉള്ളിലൊക്കെ വെച്ചാലും എയർ പ്യൂരിഫയറിന് നല്ല ഉത്തമ ഔഷധമാട്ടോ. കാരണം ഇത് നമ്മുടെ വീടിന്റെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ നമ്മുടെ പകുതി അസുഖങ്ങൾ കുറയുമെന്നാണ് പറയുന്നത്. കാരണം അതുപോലെയാണ് ഈ ചെടിയുടെ ഗുണങ്ങളും ഉപയോഗവും. അതുകൊണ്ട് നിങ്ങൾ ഇത് വീട്ടിൽ വെച്ച്, ഇത് പ്രത്യേകിച്ചെന്ന് വെച്ചാൽ സൂര്യപ്രകാശം അങ്ങനെ ഇതുപോലെ വെള്ളം അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അതിന് തളിച്ചു കൊടുക്കാന്നുള്ളത് അല്ലാണ്ട്, അല്ലെങ്കിൽ മഴ പെയ്തിട്ടുള്ള ആ വെള്ളം മതി. സൂര്യപ്രകാശത്തിന്റെ അത് ആവശ്യവും ഇല്ല. നമ്മൾ വീട്ടിനകത്തൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ അത് നല്ലവണ്ണം തഴച്ച് വളരുകയും ചെയ്യും. സൂര്യപ്രകാശം വീടിന്റെ ഉള്ളിൽ അടിക്കുന്നില്ലല്ലോ, അപ്പൊ നല്ലവണ്ണം തഴച്ച് വളരുകയും ചെയ്യും. നമുക്ക് ശ്വസിക്കാനായിട്ടാണെങ്കിൽ നല്ല ശുദ്ധമായ വായു ശ്വസിക്കാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ചെടി കൊണ്ട് വളരെ ഒരുപാട് ഉപയോഗപ്രദമാണ് അസുഖങ്ങൾക്ക്. അതുകൊണ്ട് ഈ ചെടി നമ്മുടെ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞു കുട്ടികളോ അല്ലെങ്കിൽ നമ്മുടെ പൂച്ചയോ പട്ടിയോ അല്ലെങ്കിൽ ആരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു മുട്ടുപൊട്ടുവോ അല്ലെങ്കിൽ കൈ പൊട്ടുവോ എന്തേലും ഉണ്ടെങ്കിൽ, മുറിവിനുണ്ടെന്ന് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുറിവൂട്ടി എടുത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഞെരടി അതിന്റെ നീര് വറ്റിച്ചാൽ തന്നെ ചെറിയൊരു നീറ്റലുണ്ടാവും, പക്ഷെ പെട്ടെന്ന് തന്നെ അതിന്റെ ഗുണം നമുക്ക് കിട്ടുന്നതാണ്. ഉണ്ടോ, ഇത് നല്ലവണ്ണം ഇതുപോലെ ഒരു തുള്ളി വെള്ളം ഇറ്റിച്ചിട്ട് ഞെരടിയാലും കുഴപ്പമില്ല. ഇതുകൊണ്ടോ, ഇതാണ് അതിന്റെ കളറ്. ഇത് നമ്മുടെ മുറിവില് വെച്ച് ഇതോടുകൂടി തന്നെ നമ്മളൊന്ന് ഞെരടിയിട്ട് വെച്ച് കെട്ടുവാണെങ്കിലും നമ്മുടെ മുറിവ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുപോലെ ഈ ഒരു നീര് വറ്റിച്ചാലും തേച്ച് പിടിപ്പിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇത് മുറിവുണങ്ങി കിട്ടും കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ബിനു. ബൈ ബൈ.